ഹലോ ഓൾ. അപ്പൊ നമ്മുടെ ചൈൽഡ് റൈറ്റിന്റെ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള 4th and 5th ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ ഉള്ളത്. നമുക്ക് ഈ 4th ചാപ്റ്റർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എഴുതാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 4th ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ആക്റ്റീവ് ലേണിംഗ് ഒക്കെ പഠിച്ചല്ലോ, ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ഒക്കെ. അതേ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇവിടെയും വരുന്നത്. നോക്കാം. ചാപ്റ്റർ 4 ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് ആൻഡ് റോൾ ഓഫ് ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് എന്താ നോക്കുന്നത്, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസും അതിന്റെ റോൾസും അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്നുള്ളത്. ആ കൺസെപ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. CFC ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ നോക്കിക്കേ. It prioritizes the overall well-being and development of children, focusing on academic, social, emotional, and physical growth. Ensures a secure and protected space for learning, preventing any form of violence, abuse, or discrimination. Welcomes all children regardless of their background, ability, or circumstances, promoting equity and equal opportunities for all students. Provides a nurturing and encouraging atmosphere, emphasizing positive relationship between teachers and students. Encourages children to actively engage in their own learning, fostering sense of agency and responsibility. അപ്പൊ എന്താണ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂള്? നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന, പരീക്ഷകളൊന്നും ഇല്ലാത്ത, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനായിട്ട് മാത്രമുള്ള സ്കൂളാണോ ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂള്? അല്ല, അങ്ങനെയല്ല. എന്താണ്, നമ്മൾ കുറച്ചും കൂടി ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് കൊണ്ടുവരുന്ന രീതിയിലുള്ള സ്കൂൾസിനെയാണ് നമ്മുടെ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയാം. അതായത് കുട്ടിയുടെ അക്കാഡമിക്സ് മാത്രമല്ല, ഒരു കംപ്ലീറ്റ് വെൽബീയിങ്, അതായത് അക്കാഡമിക്സ് ആയിക്കോട്ടെ, സോഷ്യൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഫിസിക്കൽ ഗ്രോത്ത് ആയിക്കോട്ടെ, ഏതൊരു രീതിയിലും നമ്മുടെ കുട്ടികളെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കൂള്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്കൂളിന് എങ്ങനെയായിരിക്കും? അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റഡ് സ്പേസ് ആയിരിക്കും. അതേപോലെ തന്നെ വയലൻസ്, അബ്യൂസ്, അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നും ഇല്ലാത്ത, എല്ലാവരെയും ഒരേപോലെ കാണുന്ന, എല്ലാ കുട്ടികളെയും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള സ്കൂളാണ് അവിടെ വരുന്നത്. അതേപോലെ തന്നെ മാക്സിമം പോസിറ്റീവ് റിലേഷൻഷിപ്സ്, കുട്ടികൾ തമ്മിലാണെങ്കിലും അതെ, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് തമ്മിലാണെങ്കിലും അതെ, മാക്സിമം ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനാണ് അവർ നോക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ, നമുക്ക് പറയാം, സെൽഫ് ലേണിംഗ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സ്കൂൾ, അതിനെയാണ് നമ്മൾ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ കീ ഫീച്ചേഴ്സ് ഒന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസിന്റെ കൺസെപ്റ്റ് ചോദിച്ചാൽ എന്താ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് എഴുതാം, ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ഓരോ കാര്യം സബ് ഹെഡിങ് ആയിട്ട് എഴുതുക, ദെൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നോക്കിക്കേ എന്തൊക്കെയാണ്. ഇൻക്ലൂസിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ രീതിയിലുള്ള കുട്ടികളും, അതായത് ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, കളറ്, കാസ്റ്റ്, അതൊന്നും ഇല്ലാതെ, ഇപ്പോൾ ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെങ്കിലും അതേപോലെ തന്നെ എന്ത് രീതിയിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്കൂള്. അതേപോലെ തന്നെ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. എന്താ ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്? അതായത് കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഒരു പോസിറ്റീവ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കുട്ടിക്ക് പേടിയൊന്നുമില്ലാതെ ഏത് ഡൗട്ടും ചോദിക്കാം. അതേപോലെ തന്നെ കുട്ടികൾക്ക് സെൽഫ് ലേണിംഗ് എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്കൂളിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവറോൺമെന്റ്. ഓഫ് കോഴ്സ് നമ്മൾ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് ഏറ്റവും സേഫും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ദെൻ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. അപ്പൊ ഇതിൽ നമ്മൾ എന്താണ്, പഠിത്തം മാത്രമല്ല, ഞാൻ പറഞ്ഞു എല്ലാ രീതിയിലും ഉണ്ട്. സോ അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും കുട്ടിക്കുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കൂടി നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അറിയാം, സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ വർഷം മുതൽ അംഗനവാടിയിൽ ഉൾപ്പെടെ നമ്മുടെ വിപുലീകരിച്ചിട്ടുള്ള ഭയങ്കര വലിയ മെനൂസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് കുറച്ചും കൂടി കുട്ടികളുടെ ന്യൂട്രീഷൻ, ഹെൽത്ത്, അത് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. എന്താ ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പിള്ളേര് ഒന്ന് നമ്മൾ അങ്ങോട്ട് ചീത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി അവർക്ക് ദേഷ്യമാണ്. സോ ഇന്നത്തെ കാലത്തെ പിള്ളേരെ നമുക്ക് ചീത്ത പറഞ്ഞിട്ടോ വഴക്ക് പറഞ്ഞിട്ടോ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നല്ല രീതിക്ക് അവരുടെ അടുത്ത് നിന്നാലാണ് നമ്മുടെ കാര്യം നടക്കുള്ളൂ, അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ്. നോക്കിക്കേ,
promotes holistic development by focusing on academic, social, emotional and physical growth. അതായത് കുട്ടി പഠനപരമായിട്ട് മാത്രമല്ല എല്ലാ രീതിയിലുള്ള ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഏതൊരു രീതി ആയിക്കോട്ടെ, ഇപ്പോ ഒരു സോഷ്യൽ ബിഹേവിയർ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇമോഷണൽ ബാലൻസ് ആയിക്കോട്ടെ, അതെല്ലാം കുട്ടി എവിടുന്ന് പഠിക്കുന്നുണ്ട്? സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് എന്തുണ്ടെങ്കിലും ഡിപ്രഷൻ, ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കാര്യം തന്നെ കിട്ടിയാൽ മതി അല്ലെ? സോ അതിനൊക്കെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ എവിടുന്നാ പഠിക്കുന്നത്? നമ്മുടെ ഈ ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് അവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ പ്രൊവൈഡ്സ് എ സേഫ് ആൻഡ് സെക്യൂർ എൻവിറോൺമെന്റ് ഫ്രീ ഫ്രം വയലൻസ്, അബ്യൂസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമുക്കറിയാം കുട്ടികൾ ഇന്ന് നേരിടേണ്ടി വരുന്ന അബ്യൂസും ഡിസ്ക്രിമിനേഷൻസും ഒക്കെ ഒരുപാടാണ്. അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവിറോൺമെന്റിൽ അവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ensures inclusivity and equity, giving all children access to quality education. നിങ്ങൾ ഫസ്റ്റ് സെമിൽ പഠിച്ചിട്ടുണ്ടാവും ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. അത് രണ്ടും രണ്ടാണ്. ഒരു ഫിഗർ, ഒരു ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു മതിലിന്റെ പുറത്തേക്ക് എന്താ പറയാ 3 കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇക്വാലിറ്റി, ഇക്വിറ്റി എന്നൊക്കെ പറഞ്ഞ് ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. സംഭവം അത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മളൊരു ക്ലാസ്സില് എന്താ പറയാ ഒരു നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയും അതേപോലെ തന്നെ കുറച്ച് പഠിക്കാൻ വീട്ടിലത്തെ സാഹചര്യം കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. ഇക്വാലിറ്റി എന്താ ഉദ്ദേശിക്കുന്നത്? രണ്ടുപേർക്കും ഒരുമിച്ചിരുത്തി ഒരേപോലെ ക്ലാസ് കൊടുക്കുന്നതാണ് ഇക്വാലിറ്റി. നേരെ മറിച്ച് ഇക്വിറ്റി എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? നന്നായി പഠിക്കുന്ന കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി, അത്യാവശ്യം ക്യാച്ച് ചെയ്യും. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് എന്തൊക്കെ കാരണം പഠിക്കാൻ പറ്റാത്ത കുട്ടിക്ക് നമ്മൾ 3-4 തവണ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് എന്താ പറയാ പഠിക്കാൻ പറ്റും എന്നാണെങ്കിൽ അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയാ. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആവശ്യാനുസരണം, നീഡ്സിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ കൊടുക്കുക. അതായത് ഒരേപോലെ എല്ലാവർക്കും എന്നല്ല, ഓരോരുത്തരുടെയും നീഡ്, റിക്വയർമെന്റ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. ഓക്കെ. Then creates a supportive learning atmosphere that strengthens teacher-student relationship. എന്താണ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എക്സ്പീരിയൻസ് എന്താ ഉണ്ടായെന്നറിയോ? ഒരു ഫിസിക്സ് ടീച്ചർ, പുതിയൊരു ടീച്ചർ വന്നപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ പിള്ളേർ ഇതാ പറഞ്ഞു, മിസ്സേ ഞങ്ങൾക്ക് വൈബ് സെറ്റ് ആവുന്നില്ല എന്ന്. അപ്പൊ ടീച്ചേഴ്സിനടക്കം ഇന്നത്തെ പിള്ളേർ ആ ഒരു മൈൻഡ് സെറ്റ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ടീച്ചേഴ്സിനെ കാരണം പണ്ടാണ് നമ്മളിങ്ങനെ വടിയുടെ തുമ്പത്ത് പേടിപ്പിച്ചിരുത്തുന്ന ഒരു കാലൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ് അവരും എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് അവരെന്തൊക്കെ കാണിച്ചാലും നമുക്ക് അവരെ ഒന്ന് നമ്മൾ ചീത്ത പറഞ്ഞാലോ അല്ലെങ്കിൽ അവർക്ക് മേലുള്ള നമ്മുടെ കൺട്രോൾ പോകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് നല്ലതാട്ടോ. Then encourages active participation, engagement, fostering critical thinking and responsibility. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലത്തെ ആക്റ്റീവ് ലേണിംഗിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതുക. ഓക്കെ. That incorporate health education, services and access to nutritious food and clean water. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഫുഡ് അല്ലെങ്കിൽ ഇതൊക്കെ കഞ്ഞി പയർ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടി നമ്മളെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾസ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ എന്താണ് പറയേണ്ടത്? ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എന്താന്നുള്ളത് പറയണം, അതിന്റെ കീ ഫീച്ചേഴ്സ് ഓരോന്നും എന്താന്ന് പറയണം, ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് പറയണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.